भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശിവശക്തിയായുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി. അതസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യ പ്രഭവതി. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 717 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേകത്തെ അനുഭവിച്ചും കൊണ്ട് മറ്റൊരു സന്തോഷം കൂടി എല്ലാവരുമായും പങ്കുവയ്ക്കുന്നു. എല്ലാവരോടും നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ ഗുരുപൂർണിമ ഞായറാഴ്ച അന്ന് ജഗദ്ഗുരുവായ സാക്ഷാൽ ശ്രീശങ്കരാചാര്യ സ്വാമികൾ എഴുതിയ സൗന്ദര്യലഹരി എന്ന ആ മഹത്തായ ശ്ലോക മാല്യത്തിന് ഭാഷാഗാനമായി സൗഭാഗ്യലഹരി എന്ന ഒരു പുസ്തകം എഴുതിയതിൻ്റെ പ്രകാശനം ജഗജ്ജനനിയായ ചോറ്റാനിക്കരമ്മയുടെ സന്നിധിയിൽ നവരാത്രി മണ്ഡപത്തിൽ ഗുരുവായ ഭാഗവതോത്തമനായ സാക്ഷാൽ സ്വാമി ഗുരുവായൂരപ്പദാസിൻ്റെ സ്മരണയിൽ 50ാമത് സുവർണ ശ്രീമദ് ഭാഗവത സപ്താഹ മഹായജ്ഞത്തിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായി. സൗഭാഗ്യ ലഹരി, അത് സൗന്ദര്യലഹരി സൗഭാഗ്യലഹരി എന്ന് പറയുന്നത് പോലെ പൂർണ്ണമായും ആ ഭാഗ്യം സൗഭാഗ്യം ഭഗവാന്റെയും ചോറ്റാനിക്കരമ്മയുടെയും അനുഗ്രഹം ആ വേദിയിൽ നിറഞ്ഞു നിന്നു. ആദരണീയനായ ബദരി റാവൽജി, ഈശ്വർ പ്രസാദ് നമ്പൂതിരി, അതേപോലെ തന്നെ മഹായജ്ഞത്തിൻ്റെ ആചാര്യനായ എനിക്ക് ജ്യേഷ്ഠതുല്യനായ ഭാഗവത നവശുകൻ പെരുമ്പള്ളി കേശവൻ നമ്പൂതിരി എന്നിവർ ചേർന്നാണ് ഈ സൗഭാഗ്യലഹരിയുടെ പ്രകാശന കർമ്മം അവിടെ വെച്ച് നിർവഹിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ബിജു ആർ പിള്ളയാണ് ആദ്യ പ്രതി ഏറ്റുവാങ്ങിയത്. അതോടൊപ്പം ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ താനിയിൽ മതിയത്ത് കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ പള്ളിപ്പുറത്ത് നാരായണൻ നമ്പൂതിരിപ്പാട്,
ക്ഷേത്രം മാനേജർ ശ്രീമതി രഞ്ജിനി രാധാകൃഷ്ണൻ, ഭാഗവത ആചാര്യന്മാരായ സർവശ്രീ വെങ്ങല്ലൂർ കേരളൻ നമ്പൂതിരി, തത്തനംപിള്ളി കൃഷ്ണയ്യർ, കൽപ്പകഞ്ചേരി വേണു മൂസത്ത്, ഇളങ്കുന്നപ്പുഴ മനോജ് മൂസത്ത്, ആറ്റുപുറം നാരായണൻ ഭട്ടതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യവും ഈ സദസ്സിനെ വലിയ സന്തോഷമുള്ള ഒരു വേദിയാക്കി മാറ്റി. ആ ഒരു സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസനയിലേക്ക് കടക്കുന്നത്. ഈ പുസ്തകം ആവശ്യമുള്ള ആളുകൾ ഇതിന് താഴെ കാണുന്ന നമ്പറിൽ, എൻ്റെ നമ്പർ എല്ലാ വീഡിയോയുടെ അവസാനമുണ്ട്, ആ നമ്പറിൽ നിങ്ങൾക്ക് പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും വിലാസവും അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ ആ പുസ്തകം നിങ്ങൾക്ക് തപാൽ വഴി അയക്കാം. അതിൻ്റെ സംഖ്യ പറയുന്നതിനനുസരിച്ച് ഗൂഗിൾ പേ ആയോ അല്ലെങ്കിൽ ഞാൻ നൽകുന്ന ബാങ്ക് അക്കൗണ്ട് വഴിയോ അയച്ചാൽ മതിയാകും എന്നുകൂടി എല്ലാവരെയും അറിയിക്കണു. ചില ആളുകളെങ്കിലൊക്കെ ഫോൺ വഴിയും മറ്റു രീതിയിലൊക്കെ ഇതെങ്ങനെ കിട്ടും എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ആ കാര്യം ഇവിടെ അറിയിച്ചത്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 86-ാമത്തെ അധ്യായത്തിൽ 18 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. 19-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് അനുസ്മരിക്കുകയാണ്. അവിടെ ഭഗവാൻ ശ്രുതദേവന്റെയും ബഹുലാശ്വന്റെയും വസതികളിലേക്ക്, ഒന്ന് സാധാരണ ഒരു ബ്രാഹ്മണന്റെ ഗൃഹം, മറ്റൊന്ന് രാജാവിന്റെ കൊട്ടാരമാണ്. രണ്ടിടത്തേക്കും ഭഗവാൻ 12 മഹർഷി ശ്രേഷ്ഠന്മാരോടുകൂടി പോയി എന്ന് പറയുന്നു. നാരദൻ, വാമദേവൻ, അത്രി, ദ്വൈപായനൻ, ഭാർഗവരാമൻ, അസിതൻ, ആരുണി, ശ്രീശുക ബ്രഹ്മർഷി, ബൃഹസ്പതി, കണ്വൻ, മൈത്രേയൻ, ച്യവനൻ എന്നിവരാണ് ഭഗവാനോടൊപ്പം ഉണ്ടായത്. തത്ര തത്ര തമായാന്തം പൗരാ ജാനപദാ നൃപ ഉപതസ്ഥു സാർഖ്യഹസ്ത ഗ്രഹൈ സൂര്യമിവോദിതം. ആയാന്തം തം, അവിടേക്ക് അങ്ങനെ ഞങ്ങളോടൊരുമിച്ച് യാത്ര ചെയ്യുന്ന, തത്ര തത്ര അവിടെ പൗര പുരവാസികളും, ജാനപദ ജനപദത്തിലുള്ളവരും, പരീക്ഷിത്തെ, സാർഖ്യഹസ്ത പൂജാദ്രവ്യങ്ങളൊക്കെ കയ്യിലെടുത്ത്, ഗ്രഹൈ ഉദിതം സൂര്യം ഇവ ഉപതസ്ഥു ഗ്രഹങ്ങളോടുകൂടി ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ, ആ സൂര്യനെ എന്നതുപോലെ സേവിച്ചു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളോടൊരുമിച്ച് യാത്ര ചെയ്യുന്ന ഭഗവാൻ ഏതേതു ദിക്കിൽ എത്തുന്നുവോ അവിടെയുള്ള പട്ടണവാസികളും നാട്ടുപുറത്തുള്ള ആളുകളും ഒക്കെ ഭഗവാനെ ഗംഭീരമായിട്ട് പൂജിച്ചു. ആനർത്ത ധന്വകുരുജാങ്കലകങ്ക മത്സ്യപാഞ്ചാല കുന്തി മധുകേകയ കോസലാർണ അന്യേ ച തന്മുഖ സരോജമുദാരഹാസ സ്നിഗ്ധേക്ഷണം നൃപ പപുർദൃശിഭിർനൃനാര്യ. അന്യേ ച മറ്റുള്ളവരായ നൃനാര്യ പുരുഷന്മാരും സ്ത്രീകളും, ഉദാരഹാസ സ്നിഗ്ധേക്ഷണം മനോഹരമായ പുഞ്ചിരിയോടും മനോഹരമായ നോട്ടത്തോടും കൂടിയ തന്മുഖ സരോജം ഭഗവാന്റെ മുഖാരവിന്ദത്തെ ദൃശിഭി ദൃഷ്ടികൾ കൊണ്ട് പാപു പാനം ചെയ്തു മഹാരാജാവേ. എവിടെയുള്ള ആളുകളാണ്? ആനർത്തം, ധന്വം, കുരു, ജാങ്കലം, കങ്കം, മത്സ്യം, പാഞ്ചാലം, കുന്തി, മധു, കേകയം, കോസലം, അർണം എന്നീ ഭാഗങ്ങളിലുള്ളവരൊക്കെ ഭഗവാനെ കാണുകയും നേത്രം കൊണ്ട് പാനം ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല പോലെ കണ്ടു. തേഭ്യസ്വീക്ഷണ വിനഷ്ടതമിശ്രദൃഗ്ഭ്യക്ഷേമം ത്രിലോക ഗുരുരർത്ഥദൃശം ചയച്ഛൻ ശൃണ്വൻ ദിഗന്ധധവളം സ്വയശോ ശുഭഘ്നം ഗീതം സുരൈർഭിരഗാച്ഛനഗൈർവിദേഹാൻ. സ്വവീക്ഷണ വിനഷ്ടതമിശ്രദൃഗ്ഭ്യ, തന്റെ നോട്ടം കൊണ്ട് ഇരുട്ടില്ലാതെയായ കണ്ണുകളോടുകൂടിയ അവർക്ക്, ത്രിലോക ഗുരു 3 ലോകങ്ങളുടെയും ഗുരുവായ ജഗദ്ഗുരുവായിരിക്കുന്ന ആ ഭഗവാൻ ക്ഷേമം അർത്ഥദൃശം യച്ഛൻ, ക്ഷേമത്തെയും പരമാർത്ഥമായ ജ്ഞാനത്തെയും നൽകുന്നവനായി, ദിഗന്ധധവളം ദിഗന്ധങ്ങളെ വെളുപ്പിക്കുന്ന
അതേപോലെ തന്നെ അശുഭഘ്നം, അശുഭങ്ങളെ നശിപ്പിക്കുന്ന സുരൈ, ആ ദേവന്മാരാലും നൃഭി, മനുഷ്യരാലും ഗാനം ചെയ്യപ്പെടുന്നവനുമായിരിക്കുന്ന സ്വയേഷ, തന്റെ കീർത്തിയെ ശൃണ്വൻ, കേൾക്കുന്നവനായി ശനകൈ വിദേഹാൻ അഗാത്, പതുക്കെ പതുക്കെ വിദേഹ രാജ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഭഗവാനെ പൂജിച്ച് പുരുഷന്മാരും സ്ത്രീകളും ഭഗവാൻ ഇങ്ങനെ കാണുന്നു. ഭഗവാൻ അവരെ വളരെ തൻ്റെ കൃപാകടാക്ഷം കൊണ്ട് അവരുടെ ആ മോഹത്തെ, അജ്ഞാന അന്ധകാരത്തെ, തിമിരത്തെ ഇല്ലാതെയാക്കി. അപ്പോ പരമാർത്ഥ വസ്തുവാണ് ഭഗവാൻ എന്ന ജ്ഞാനം അവർക്കുണ്ടായി. അതേക്കൊണ്ട് അവർക്ക് പരമാനന്ദം ഉണ്ടായി. ഭഗവാനെ കുറിച്ച് അവര് മനോഹരമായിട്ടുള്ള കീർത്തനങ്ങളൊക്കെ പാടാൻ തുടങ്ങി. അങ്ങനെയുള്ള ശ്രീകൃഷ്ണചരിതം കലികൽമഷഘ്നം, ജനത്തിന്റെ, കേൾക്കുന്ന ആളുകളുടെ, പാടുന്ന ആളുകളുടെയൊക്കെ കലിമാലിന്യങ്ങളെ ഇല്ലാതെയാക്കുന്ന ശ്രീകൃഷ്ണ ചരിത്രത്തെ, ഭഗവാന്റെ ലീലകളെ ഭഗവാനും കേട്ടും കൊണ്ട് ശനകൈ മെല്ലെ മെല്ലെ വിദേഹ രാജ്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. തേച്യുതം പ്രാപ്തമാകർണ്യ പൗരാ ജാനപദാ നൃപ അഭീയുർമുദിതാസ്തസ്മൈ ഗൃഹീതാർഹണപാണയാ. അച്യുതം പ്രാപ്തം, ശ്രീകൃഷ്ണനെ പ്രാപിക്കുന്നവനായിട്ട് അല്ലെങ്കിൽ പ്രാപിച്ചവനായിട്ട്, ആകർണ്യ, ഭഗവാൻ ഇതാ വരുന്നു എന്ന് കേട്ടിട്ട്, പൗരാ ജാനപദ, പുരവാസികളും ജനപദത്തിലുള്ള ആളുകളൊക്കെ മുദിത, വളരെ സന്തോഷിച്ച്, ഗൃഹീത ആരുഹണപാണയ, കൈകളിലൊക്കെ പൂജാദ്രവ്യങ്ങളൊക്കെ എടുത്ത്, തസ്മൈ അഭീയു, ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് ഭഗവാനെ ദാ എതിരേൽക്കുകയാണ്. പൂജാദ്രവ്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ കയ്യില്. പട്ടണവാസികളും ഗ്രാമവാസികളും ഒക്കെ വന്നിട്ടാണ്, പൗരന്മാര്, പുരവാസികൾ പട്ടണത്തിലുള്ളത്, ജാനപദ ജനവാസികൾ എന്ന് പറഞ്ഞ് ജനപദങ്ങളിലുള്ള ആളുകൾ, അവര് ഗ്രാമവാസികൾ. ദൃഷ്ടുവാ ത ഉത്തമ ശ്ലോകം പ്രേത്യുൽഭുല്ലാനനാശയാ കൈധൃതാഞ്ജലിഭിർനേമുശ്രുതപൂർവാം സ്തധാ മുനീൻ. ഉത്തമ ശ്ലോകം തം, അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന കീർത്തിയുള്ള ആ ഭഗവാനെ കണ്ടിട്ട്, പ്രീത്യുൽഭുല്ലാനനാശയ, പ്രീതി കൊണ്ട് വികസിച്ച മുഖം, അന്ധക്കരണം, അങ്ങനെയുള്ള അവർ ധൃതാഞ്ജലിഭി, കൈകൾ ചേർത്തു വെച്ചു. എവിടെ? ആ ശിരസിൽ, ശിരസിനു മുകളിൽ കൈകൾ ചേർത്തു വെച്ചിട്ട് അവർ ആ ഋഷീശ്വരന്മാരെയും ഇതേപോലെ തന്നെ അഞ്ജലിബന്ധരായി വേണ്ട പോലെ നമസ്കരിച്ചു എന്ന് പറയുന്നു. ഭഗവാനെ നമസ്കരിച്ചു. ഒപ്പം ഉണ്ടായിരുന്ന ആ 12 ഋഷിശ്രേഷ്ഠന്മാരെയും, നാരദൻ, വാമദേവൻ, അത്രി, ദ്വൈവായനൻ, രാമൻ, അസിതൻ, ആരുണി, ശ്രീശുഖബ്രഹ്മർഷി, ബൃഹസ്പതി, കണ്വൻ, മൈത്രേയൻ, ച്യവനൻ തുടങ്ങിയവരെയും നമസ്കരിച്ചു. സ്വാനുഗ്രഹായ സംപ്രാപ്തം മന്വാനൗ തം ജഗദ്ഗുരും മൈഥിലശ്രുതദേവശ്ച പാദയോപേതതു പ്രഭോ. ഇവിടെ ജഗദ്ഗുരും തം സ്വാനുഗ്രഹായ സംപ്രാപ്തൻ മന്വാനൗ, ലോകഗുരുവായ ആ ഭഗവാനെ തങ്ങളുടെ അനുഗ്രഹത്തിനായി വന്നവനാണ് എന്ന് വിചാരിക്കുന്ന മൈഥിലഹ, മിഥില രാജാവ്, ആ ബഹുലാശ്വൻ, ശ്രുതദേവഹാച, അതേപോലെ തന്നെ ശ്രുതദേവനും ആ ബ്രാഹ്മണനും പ്രഭോ പാദയോ പേതതു, ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. മിഥിലാരാജ്യത്തേക്ക് വന്നേക്കണത് തന്നെയും തന്നെ അനുഗ്രഹിക്കാനാണെന്ന് മൈഥിലനും, ശ്രുതദേവൻ തന്നെ അനുഗ്രഹിക്കാണെന്ന് ശ്രുതദേവനും വിചാരിച്ചു. രണ്ടുപേരും ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ന്യമന്ത്രയേതാം ദാശാർഹമാതിഥ്യേന സഹ ദ്വിജൈ മൈഥിലശ്രുതദേവശ്ച യുഗപത് സംഹതാഞ്ജലി. മൈഥില, മിഥില രാജാവും ശ്രുതദേവഹാച, ശ്രുതദേവനും സംഹതാഞ്ജലി, കൈകൾ കൂപ്പിയിട്ട്, യുഗപത് ദ്വിജൈ സഹ, ഒരേ സമയത്ത് ബ്രാഹ്മണരോടുകൂടി, ദാശാർഹം ആതിഥ്യേന ന്യമന്ത്രയേതാം, അതിഥിയായിട്ട്, അതിഥി സൽക്കാരത്തിന് മോഹിക്കണു എന്ന് ഭഗവാനോട് പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞത് അവരവരുടെ ഗൃഹത്തിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരണം, ഭോജനത്തിനായിട്ട് വരണം, ഞങ്ങളെ അനുഗ്രഹിക്കണം
എന്ന് അവർ രണ്ടുപേരും ഒരേ സമയം പറഞ്ഞു. ഭഗവാൻ തദഭിപ്രേത്യ ദ്വയോ പ്രിയചികേർഷയാ ഉഭയോരാവിശൽ ഗേഹമുഭാഭ്യാം തദലക്ഷിത. ഭഗവാൻ അപ്പൊ ശ്രീകൃഷ്ണനോ ദ്വയോ തത് അഭിപ്രേത്യ, രണ്ടുപേരുടെയും ആ ആഗ്രഹത്തെ ഭഗവാൻ അംഗീകരിച്ചിട്ട് ഉഭയോ പ്രിയചികീർഷയ, രണ്ടുപേരുടെയും പ്രിയത്തിനു വേണ്ടി തദലക്ഷിത, അവരാൽ കാണാത്ത തരത്തിൽ കാണപ്പെടാത്തവനായി ഉഭാഭ്യാം രണ്ട് രൂപങ്ങൾ എടുത്തും കൊണ്ട് അവരുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. ശ്രുതദേവൻ എന്ന ബ്രാഹ്മണന്റെ അടുത്തേക്കും ബഹുലാശ്വൻ എന്ന രാജാവിന്റെ അടുത്തേക്കും ഭഗവാൻ രണ്ട് രൂപം സ്വീകരിച്ച് രണ്ട് ദിക്കിലേക്കും, എങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്, മറ്റേയാളെ എങ്ങനെയാ അങ്ങോട്ട് വന്നത്, എൻ്റെ ആ ഭവനത്തിലേക്ക് ഒരേ സമയം എത്തിച്ചേർന്നു. രണ്ട് ഗൃഹത്തിലേക്കും ഒരേപോലെ എത്തിച്ചേർന്നു. എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് രണ്ടുപേരും വിചാരിച്ചു. ശ്രോതുമപ്യസതാം ദൂരാജ്ജനക സ്വഗൃഹാഗതാൻ ആനീശ്വേശാസനാഗ്രേഷു സുഖാസീനാൻ മഹാമനാം പ്രവൃദ്ധഭക്തിയാ ഉദ്ധർഷഹൃദയാസ്രാവിലേക്ഷണ നത്വാ തദംഘ്രീൻ പ്രക്ഷാള്യ തദപോ ലോകപാവനി സകുടുംബോ വഹന്മൂർധ്ന പൂജയാംശ്ചക്ര ഈശ്വരാൻ ഗന്ധമാല്യാംബരാകൽപധൂപാദീപാർഘ്യഗോവൃഷൈ അസതാം ശ്രോതും അപി. സത്തുക്കളല്ലാത്ത ആളുകൾക്ക്, അസത്തുക്കൾക്ക് ശ്രവിക്കാൻ പോലും ദൂരത്തിലുള്ളവരും സ്വഗൃഹാഗതാൻ, തന്റെ ഗൃഹത്തിൽ ആഗതന്മാരും ആനീദേശു കൊണ്ടുവരുത്തപ്പെട്ട ആസനാഗ്രേഷു വളരെ ശ്രേഷ്ഠമായ സിംഹാസനങ്ങളിൽ സുഖാസീനാൻ വളരെ സുഖത്തോടിരിക്കുന്നതുമായ അവരെ മഹാമനാഹ മഹത്തായ മനസ്സോടുകൂടിയ മൈഥിലൻ ആ ജനകരാജാവ് പ്രവൃദ്ധഭക്തിയ ഏറ്റവും വലിയ അധികരിച്ച ഭക്തി കൊണ്ട് ഉദ്ധർഷ ഹൃദയാസ്രാവിലേക്ഷണ നിറഞ്ഞൊഴുകുന്ന ഹർഷം ഉള്ളിൽ നിറയുമ്പോ അതുകൊണ്ട് ആനന്ദജലം ഹർഷാശ്രു ബിന്ദുക്കൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി നത്തുവ നമസ്കരിച്ചിട്ട് തദംഘ്രീൻ ആ പാദകമലങ്ങളെ മഹർഷീശ്വരന്മാരുടെയും ഭഗവാന്റെയും പാദാരവിന്ദങ്ങളെ പ്രക്ഷാള്യ കഴുകിയിട്ട് ലോകപാവനി തദപ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന പതിതപാവനിയായിരിക്കുന്ന ആ പാദതീർത്ഥത്തെ ആ ജലങ്ങളെ സകുടുംബ കുടുംബത്തോടുകൂടിയവനായി മൂർധ്നാവഹൻ തന്റെ ശിരസ് കൊണ്ട് ധരിച്ചിട്ട് ഗന്ധമാല്യ അംബരാകൽപധൂപദീപാർഘ്യഗോവൃഷൈ ഗന്ധം മാല്യം വസ്ത്രം ഭൂഷണം ധൂപം ദീപം അർഘ്യം തുടങ്ങിയ പൂജാദ്രവ്യങ്ങൾ അതേപോലെ തന്നെ ഗോവൃഷൈ പശുക്കളെയും കാളുകളെയും കൊണ്ടുമൊക്കെ ഈശ്വരാൻ പൂജയാം ചക്രേ ആ ഈശ്വരന്മാരായ അവരെ വേണ്ട പോലെ പൂജിച്ചു. ദുഷ്ടന്മാർക്ക് കേൾക്കാൻ പോലും കഴിയാത്ത മഹർഷിമാര് ഭഗവാൻ അവര് തങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നേക്കുന്നു എന്നുള്ള ഒരു തോന്നലിൽ വല്ലാത്ത സന്തോഷം. ഇപ്പൊ ഭഗവാനെ ഒരു സിംഹാസനത്തിൽ രണ്ടു വശത്തുമായി 6 പേരെ ആ മുനീശ്വരന്മാരെ അങ്ങനെ 12 ദ്വാദശാദിത്യ തുല്യന്മാരായിരിക്കുന്ന മഹർഷിമാര് അതിന്റെ മുമ്പിൽ ആദിത്യ കോടി സൂര്യപ്രകാശത്തോടുകൂടി സാക്ഷാൽ ഭഗവാൻ 13 പേരെയും വേണ്ട പോലെ വീണങ്ങനെ നമസ്കരിച്ചു. അവരുടെ കാല് കഴുകിച്ചു. എങ്ങനെ? തൻ്റെ കണ്ണീർ ജലം കൊണ്ട്. അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും ആ പാദതീർത്ഥത്തെ പതിതപാവനിയായ പാദതീർത്ഥത്തെ അവരൊക്കെ സ്വീകരിച്ചു. ജലഗന്ധ പുഷ്പധൂപ ദീപാദികളോടുകൂടി പൂജിച്ചു. കാഴ്ചദ്രവ്യങ്ങളൊക്കെ കൊടുത്തു. പശു കാള ഇതിനെയൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് പിന്നെ വിവിധങ്ങളായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. അവരെ വേണ്ടതുപോലെ പൂജിച്ചു. മിഥിലാ രാജാവായിരിക്കുന്ന ബഹുലാശ്വൻ ആനന്ദം നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആനന്ദജലം നിറഞ്ഞ ആ നയനത്തോടുകൂടി ഭഗവാനെ സ്വീകരിച്ചു.
വാചാ മധുരയാ പ്രീണന്യതമാഹാന്നതർപ്പിതാൻ പാദാവങ്കാഗതൗ വിഷ്ണു സംസ്പൃശൻ ശനകൈർമുദാ. പിന്നീട് ഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയാണ്. അവർക്ക് അന്നതർപ്പിതാൻ, അന്നം കൊണ്ട് തൃപ്തിപ്പെടുത്തിയ അവരെ മധുരയാ വാച, ഏറ്റവും വിശേഷമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിക്കുന്ന ആ രാജാവ് അംഗഗതവും, അംഗത്തിൽ എടുത്തു വെച്ച വിഷ്ണുവിന്റെ പാദങ്ങളെ, ഭഗവാന്റെ കാല് തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ച് ശനകൈ മെല്ലെ മെല്ലെ മുദാ സംസ്പൃശൻ, വളരെ സന്തോഷത്തോടുകൂടി തൊട്ടിട്ട് അവിടെ ഭഗവാനോട് ആ രാജാവ് പറയാനായിട്ട് ആരംഭിച്ചു എന്നാണ്. ഭഗവാന്റെ പാദങ്ങൾ തൻ്റെ മടിയിലെടുത്തു വെച്ച് മെല്ലെ മെല്ലെ ആ കാല് ഒന്നിങ്ങനെ തലോടി കൊടുക്കുകയാണ്. അങ്ങനെ ആ തലോടി കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ രാജാവ് ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിക്കുകയാണ്. ആ ശ്ലോകങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാൻ ഭഗവാൻ അവസരം തരട്ടെ. അതോടൊപ്പം ഇപ്പോൾ പറഞ്ഞതുപോലെ ബഹുലാശ്വൻ എന്ന രാജാവ് എങ്ങനെയാണോ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭഗവാനെ സ്വീകരിച്ചത്, പൂജിച്ചത്, സമർപ്പണങ്ങൾ ചെയ്തത്, അതേപോലെ തന്നെ ശ്രുതദേവൻ എന്ന ആ ബ്രാഹ്മണനും, അദ്ദേഹത്തിന് ഭൗതികമായ സമ്പത്തൊന്നുമില്ല, എങ്കിൽ ആത്മീയമായ സമ്പത്ത് ഒരുപാട് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹവും ഈ ബഹുലാശ്വനെ പോലെ വേണ്ടതുപോലെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ ഭഗവാന്റെ മറ്റ് ലീലകൾ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദത്തിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി 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 ഹരി ഓം.